പ്രായമാകുമ്പോൾ എല്ലാവരും മരിക്കും. പക്ഷേ ചില മരണങ്ങൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കും. ജാനകിയമ്മ എനിക്ക് പറഞ്ഞാൽ എൻ്റെ നേരെ മൂത്ത ചേച്ചി എന്ന് പറയാം. കാരണം എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. എനിക്ക് 86 വയസ്സായി, ജാനകിയമ്മയ്ക്ക് 88 വയസ്സായി. എനിക്ക് അവരെ മറക്കാൻ സാധിക്കാത്തതിന് കാരണം, ആദ്യമായി ചെറുപ്രായത്തിൽ പാട്ടെഴുതാൻ മദ്രാസിൽ പോയി ആദ്യത്തെ പാട്ട് ഞാൻ എഴുതിയ ആദ്യത്തെ സിനിമാ ഗാനം പാടിയത് ജാനകിയമ്മയും യേശുദാസും ചേർന്നാണ്. താമരത്തോണിയിൽ താലോലമാടി താനെ തുഴഞ്ഞു വരും പെണ്ണ് എന്നുള്ള തുടക്കത്തിലെ പാട്ട്, സൂപ്പർ ഹിറ്റായ പാട്ട്, എൻ്റെ ആദ്യത്തെ പാട്ട്, ഞാൻ എഴുതിയ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ട്. അപ്പോൾ അത് റീഹേഴ്സൽ, ഇന്നത്തെ പോലെ അന്നൊക്കെ പാട്ട് റീഹേഴ്സലുണ്ട്, റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ റീഹേഴ്സൽ ഉണ്ടാകും. അപ്പോൾ റീഹേഴ്സൽ നടക്കുന്ന ഹാളിൽ ഞാൻ കാത്തിരിക്കുമ്പോൾ ജാനകിയമ്മ വരുന്നു. ജാനകിയമ്മ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ആവേശത്തിൽ ഞാനിങ്ങനെ ടെറസിൽ പോയി നിന്ന് ആ ജാനകിയമ്മ വരുന്നു നോക്കി നിന്ന അതുമുതലുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ എത്രയോ പാട്ടുകൾ അവർ പാടി, എത്രയെത്ര പാട്ടുകൾ. ഞാൻ എൻ്റെ വേറൊരു അഭിമാനകരമായൊരു കാര്യം വെച്ചാൽ, ജാനകിയമ്മയ്ക്ക് 3 കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ളൂ. 3 സംസ്ഥാന അവാർഡുകൾ. അത് 2 അവാർഡ് കിട്ടി എൻ്റെ പാട്ടുകൾക്കാണ്. പുള്ളിമാൻ എന്ന ചിത്രത്തിലെ 1000 വർണ്ണങ്ങൾ വിടരും, ആരാമാണ് ഹൃദയം. അതുപോലെ ഞാൻ തന്നെ സംവിധാനത്തിൻ്റെ ആദ്യ ചിത്രത്തെ ചന്ദ്രകാന്തത്തിലെ ആ നിമിഷത്തിൽ നിർവൃതിയിൽ ഞാൻ രാവണത്തല്ലായി മാറി. ഈ 2 പാട്ടുകൾ ആണ് അവർക്ക് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് അവാർഡ് നേടിക്കൊടുത്ത 3 പാട്ടുകൾ 2 എണ്ണം. അപ്പോൾ എനിക്ക് അടുത്ത ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ആലോചിച്ചു, എനിക്ക് ജാനകിയമ്മയെ ഒന്ന് കണ്ടാൽ കൊള്ളാമല്ലോ, എനിക്ക് ആഗ്രഹമുണ്ടായി. പിന്നെ ഹൈദരാബാദിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് നല്ല സുഖമില്ലായിരിക്കുകയാണ്. ഞാനും റെസ്റ്റ് എടുക്കുന്ന കാലഘട്ടമാണ്, ഒരുപാട് ദീർഘയാത്ര പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് മനസ്സിലടക്കി. പക്ഷേ ഇന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു. കാരണം വേണമെങ്കിൽ പോകാമായിരുന്നു, ഒരു ഫ്ലൈറ്റിൽ പോയിട്ട് വരാമായിരുന്നു. ജാനകിയമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവർ എത്രമാത്രം വലിയ ഗായികയാണ്, എത്രമാത്രം വലിയ ഗായിക. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പലരും വിശ്വസിക്കുകയില്ല, ജാനകിയമ്മ സരിഗമ പദനിസ പഠിച്ചിട്ടില്ല, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടേ ഇല്ല. ഇത് പലരും പറയുമ്പോൾ ഞാനൊരിക്കൽ വിശ്വസിച്ചില്ല. അവിശ്വസനീയമായിരുന്ന ഒരു പാട്ട്, എൻ്റെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ഏത് രാഗമാണ്, ഇന്ന രാഗം അല്ലേ എന്ന് ഞാൻ ആരെയും കൂടി ചോദിക്കുമ്പോൾ എനിക്ക് രാഗമൊന്നും தெரியாது, ഞാൻ സാപ്പാസ പഠിക്കവേ ഇല്ലേ എന്ന് ജാനകി പറഞ്ഞു. ഞാൻ പറഞ്ഞു വെറുതെ പൊയ് സൊല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല സാർ എതുക്ക്, അപ്പോൾ എന്ന് പറഞ്ഞ് അവർക്ക് പഠിച്ചിട്ടില്ല. ഇത് വെച്ചിട്ട് അവർ ആദ്യം ചെങ്കത്ത് വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, പീലിയിലെ പാടേണ്ട ഒരു പാട്ട് കൊഞ്ചു ശിലങ്കൈ എന്ന സിനിമ, അവിടെ KM ബാലസുബ്രഹ്മണ്യം എഴുതി, ശ്രീരാമലു സുബ്ബയ്യ നായിഡു സംഗീതം പകർന്ന ഒരു പാട്ട്, അത് പാടാൻ പിന്നെ പീലിയിലെ വരുത്തി, അത് നാദസ്വരത്തിൻ്റെ കൂടെ പാടണം. കുഞ്ചി ശലങ്കൈ എന്നാണ് സിനിമയുടെ പേര്. നാദസ്വരം വായിച്ച കാരെക്കുറിച്ച് അരുണാചല, അന്നത്തെ ഏറ്റവും വലിയ നാദസ്വര വിദ്വാന്. അപ്പോൾ അതിൻ്റെ കൂടെ പാടണം. പക്ഷേ ഈ നാഗസ്വരത്തിൻ്റെ ശ്രുതി ചേർക്കുക വലിയ പ്രയാസമാണ്. അപ്പോൾ ലീല എത്ര പാടിയിട്ടും ശരിയായില്ല. അപ്പോൾ ലീല ചേച്ചി പറഞ്ഞു, ആന്ധ്രയിലൊരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ട്, ഒരു ചെറിയ കുട്ടി വന്നിട്ടുണ്ട്, അവൾ നല്ലപോലെ പാടും, ഏത് പാട്ടും പാടും, ക്ലാസിക്കലൊന്നും വലുതായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഒപ്പിയെടുത്ത് പാടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജാനകിയമ്മ സൗത്തിലേക്ക്, അതായത് തമിഴിലേക്ക് വരുന്നത്. അതാണ് കൊഞ്ചൻ ശലങ്കൈ എന്ന ചിത്രത്തിൽ ജമിനി ഗണേശനും സാവിത്രി ചേർന്ന് അഭിനയിച്ച ശിങ്കാരവേലനെ ദേവ എന്ന പാട്ട്. അപ്പോൾ അതിനുശേഷം ജാനകിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ഒരുപോലെ അവർ പ്രശസ്തയായി. അവസാന കാലത്ത് കന്നഡത്തിൽ അവർ മാത്രമായി ഒരു കാലഘട്ടത്തിൽ. പിന്നെ വാണി ജയറാം വന്നതിന് ശേഷമാണ് കന്നഡത്തിൽ ജാനകിയുടെ രേഖാത്വം തീർന്നതെന്ന് പറയാം. അപ്പോൾ അത്രമാത്രം ജനപിന്തുണ നേടിയ ഗായികയാണ്. ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ ഈ ആ നിമിഷത്തിൽ നിർവൃതിയിൽ പോലുള്ള ആ കല്യാണി രാഗമൊക്കെ പാടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അസാമാന്യമായ പ്രതിഭയായിരുന്നു അവരൊരു, എൻ്റെ മനസ്സിൽ അവരൊരു അവതാരമായിരുന്നു. പിന്നെ അവർ മികച്ച സംഗീതജ്ഞയാണ്. അവരെ തോൽപ്പിക്കാൻ പറ്റിയ ഗായികമാർ ഇന്ത്യയിൽ കുറവാണ്. അത് അവർക്കും അറിയാമായിരുന്നു. കാരണം പത്മഭൂഷൺ അവാർഡ് അവർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ, എനിക്ക് പത്മഭൂഷൺ വേണ്ട, എനിക്ക് ഭാരതരത്നം തന്നാൽ വാങ്ങിക്കാം. കാരണം ലതാ മങ്കേഷ്കറുടെ ഭാരതരത്നം കിട്ടിയിട്ടുണ്ട്.
ഹിന്ദിയിലായതുകൊണ്ട് ലതാ മങ്കേഷ്കർ കൂടുതൽ അംഗീകാരം കിട്ടും. തെക്കുള്ളവർക്ക് ഒരു അംഗീകാരമില്ല. അപ്പോൾ അത് ജാനകിയമ്മയ്ക്ക് അറിയാം. കാരണം സൗത്തുള്ളവർക്ക് ഒരു അംഗീകാരമില്ല. തെലുങ്കിലും തമിഴിലും പി സുശീല കുറച്ച് മുന്നിൽ വന്നപ്പോഴും ജാനകിയമ്മ ഉണ്ടായിരുന്നു. ജാനകിയമ്മ അപ്പോഴും ഹിറ്റ് പാട്ടുകൾ പാടി ഈ 4 ഭാഷകളിലും നിലനിന്നു. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പ്രായം സംസാരിച്ചപ്പോൾ അപ്പോൾ എന്നെ ഇവിടെ ഇളവന്നെ തമ്പി അക്കാന്ത് കൂട് എന്ന് പറഞ്ഞു. എൻ്റെ അനിയനാണ് എന്നെ ചേച്ചി വിളിക്കണം. അത്രമാത്രം അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ. വളരെ സ്നേഹം നിറഞ്ഞ ഒരു സഹോദര ബന്ധമായിരുന്നു. ഒരിക്കലും മറക്കാനാവില്ല അവരുടെ മരണം. പിന്നെ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ദുഃഖം അനുഭവിച്ച സ്ത്രീയാണ്. ജാനകിയമ്മയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയത് അവരുടെ ഭർത്താവ് പ്രസാദായിരുന്നു. പ്രസാദൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പ്രസാദ് നല്ലൊരു മനുഷ്യൻ, അഭ്യുദയകാംക്ഷിയാണ്. ഈ ഭാര്യ പാടുന്നു എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗാനം എന്ന സിനിമയിൽ പാട്ടെടുക്കുമ്പോൾ അത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകമായ അതിനകത്ത് പാട്ടുണ്ട്. പിന്നെ ആലാപനം എന്ന അയക്കുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ജാനകിയമ്മയും യേശുദാസും കൂടെ പാടുമ്പോൾ ജാനകിയമ്മ വരാൻ കുറച്ച് വൈകി. അപ്പം ഞാൻ കുറച്ച് കൃത്യനിഷ്ഠ ഉള്ള ആളാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവർ ഓടിക്കഴിഞ്ഞ് ആഹാരം കഴിക്കാതെ ഓടി വന്നു, അകത്ത് കയറി വന്നു. അപ്പോൾ ആഹാരം കഴിച്ചാൽ ഞാൻ അറിയുന്നില്ല. അപ്പോൾ യേശുദാസ് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാട്ട് അന്നൊക്കെ 2 പേരും ചേർന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇപ്പോഴത്തെ പോലെയല്ല, 2 പേരും ചേർന്നാണ് പാടുന്നത്. അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പ്രസാദ് ജാനകിയമ്മയുടെ ഭർത്താവ് പറഞ്ഞു, തമ്പി സാർ മന്നിച്ചിരുങ്ങോ, ഞാൻ ഉള്ളിൽ പോയി എന്ത് കോഫി കൊടുക്കലാമോ, ജാനകിയൊന്ന് ശാപ്പടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ശാപ്പടില്ല. അപ്പോൾ 3-3:30 മണിയാണ് ഉച്ചയ്ക്ക്. ഞാൻ ഇല്ല, പോയി ഊണ് കഴിച്ചു. ഞാനകത്ത് പോയി ഊണ് കഴിച്ചിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല. ഇല്ല ഞാൻ 2 മണി കാശിട്ട് ഞാൻ പാടിയിട്ട് ശാപ്പിടുക എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് അവരുടെ ക്യാരക്ടർ. അവരെ പാട്ട് ആലാപനം എന്ന പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാണ് ഊണ് കഴിക്കാൻ പോയത്. പിന്നെ അവർക്ക് ഒരു മകനേ ഉള്ളായിരുന്നു. ഈ നമ്മുടെ ഡോക്ടർ ബാലമുരളീകൃഷ്ണ എന്ന വലിയ സംഗീതജ്ഞനോടുള്ള ആരാധന കാരണം മകൻ ആ പേരാണ് ഇട്ടത്. മുരളി എന്ന് വിളിക്കും. ആ മുരളി എന്തായി തീരണമെന്ന് അമ്മ ആഗ്രഹിച്ചു, അതൊന്നും ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ വിധി എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുരളി മരിച്ചു. അങ്ങനെ പ്രസാദ് മരിച്ചപ്പോൾ തന്നെ ജാനകിയമ്മയുടെ പകുതി ധൈര്യം പോയി. അവർക്ക് പിന്നെ ജീവിതത്തോട് തന്നെ പിന്നെ പൊട്ടുപെടാതായി. അത് ജാനകിയമ്മയുടെ നെറ്റിയിൽ ഒരു വലിയ പൊട്ടുണ്ട്, മറക്കാനൊക്കെയില്ല. ആ പൊട്ട് അവർ മായ്ച്ചു കളഞ്ഞു. പിന്നെ അവർ പാടും, വന്ന് സംസാരിക്കും, പാടും വെച്ചാൽ അവർ ദുഃഖിതരായിരുന്നു. ഇപ്പോൾ മകൻ കൂടെ പോയതോടുകൂടി അവരുടെ ജീവിതത്തിൽ ശരിക്കും ഇരുട്ടായി. എനിക്ക് വളരെ ദുഃഖമുള്ളതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു എനിക്ക് ഹൈദരാബാദിൽ പോയെന്ന് കാരണമെന്ന്. പക്ഷേ തെറ്റായിപ്പോയി. നമ്മൾ ചില കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ള പാഠമാണ് ഞാൻ പഠിക്കുന്നത്. ഏതായാലും ഞാൻ മൂത്ത സഹോദരിയായി കരുതുന്ന, എന്നെ അനിയനെ പോലെ സ്നേഹിച്ച ജാനകിയമ്മയ്ക്ക് ഞാൻ ഒരു മോക്ഷം കിട്ടട്ടെ. അവർക്ക് സംഗീത ലോകത്ത് സംഗീതത്തിൻ്റെ അപാരതയിൽ അവരുടെ ആത്മാവ് പറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.